ഹായ്, ഇന്ന് ഒരുമിച്ച് കഴിക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു 5 മെഡിസിൻസ് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് അയൺ ആൻഡ് കാൽഷ്യത്തെക്കുറിച്ച് പറയാം. അയണും കാൽഷ്യവും നിങ്ങൾ ഒരുമിച്ച് എടുക്കാൻ പാടില്ല. കാരണം ഈ അയണും കാൽഷ്യവും നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഗട്ടിൽ അബ്സോർബ് ചെയ്യുന്നത് സെയിം വേ ആണ്. സെയിം പാത്ത് വേ ആയതുകൊണ്ട് തന്നെ അയണിൻ്റെ അബ്സോർപ്ഷൻ കാൽഷ്യം ബ്ലോക്ക് ചെയ്യുകയും അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാര്യമായിട്ട് കിട്ടാതെ വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കാൽഷ്യവും അയണും 2 ഡിഫറെൻറ്റ് ടൈമിംഗ് ആയിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മിനിമം ഒരു 2 hours എങ്കിലും ഇവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി നിങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അയണ് ബെറ്റർ അബ്സോർപ്ഷൻ ബിഫോർ ഫുഡ് ആണെങ്കിലും എംപ്റ്റി സ്റ്റൊമക്കിലാണെങ്കിലും ഇറിറ്റേഷൻ കൂടുന്നതുകൊണ്ട് തന്നെ അയണിൻ്റെ അബ്സോർപ്ഷന് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. കാൽഷ്യം എപ്പോഴും ആഫ്റ്റർ മീൽ കഴിക്കുമ്പോഴാണ് അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുന്നത്. അതുകൊണ്ട് ആഫ്റ്റർ മീൽ തന്നെ കഴിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാം, ഈ അയൺ ടാബ്ലറ്റ് കാൽഷ്യം ടാബ്ലറ്റ് എടുക്കുമ്പോൾ മാത്രമാണോ അതോ ഫുഡ് കഴിക്കുമ്പോഴും ഈ സെയിം എഫക്റ്റ് ഉണ്ടാവുമെന്ന്? ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ടാബ്ലറ്റ് കഴിക്കുന്ന അത്ര എഫക്റ്റ് ഇല്ലെങ്കിലും ഫുഡ് കഴിക്കുമ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ അയൺ റിച്ച് ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തതാണ് നല്ലത്. ഇനി അടുത്തൊരു മെഡിസിൻ പറയുകയാണെങ്കിൽ അയൺ തന്നെ നമ്മൾ അൻറ്റാസിഡ്സിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല. നമുക്കറിയാം അൻറ്റാസിഡ് നമ്മൾ കഴിക്കുന്നത് സ്റ്റൊമക്കിൽ ആസിഡിറ്റി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഈ ആസിഡിക് കണ്ടീഷനിലാണ്, സ്റ്റൊമക്കിൽ ആസിഡ് ഉള്ളപ്പോഴാണ് അയൺ അബ്സോർപ്ഷൻ കാര്യമായിട്ട് നടക്കുള്ളൂ. അപ്പോൾ ഈ അൻറ്റാസിഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആസിഡിക് എൻവയോൺമെൻറ്റ് ന്യൂട്രലൈസ് ആവും. സോ അയൺ അബ്സോർപ്ഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവരുടെ സെയിം ടൈം എടുക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ പറ്റുന്നിടത്തോളം അറ്റ്ലീസ്റ്റ് ഒരു 2 hours എങ്കിലും ഈ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുന്നതിനിടയിൽ ഒരു ടൈം ഗ്യാപ്പ് വെക്കാം. അതേപോലെ അടുത്തൊരു കോമ്പിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഡൈക്ലോഫിനാക്കും ഐബുപ്രോഫനും. ഇത് രണ്ടും സെയിം ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം. പെയിൻ കില്ലറാണ്, NSAIDs ആണ്. സോ ഇത് രണ്ടും ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് ഒന്നുകൂടെ കൂടി നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ സൈഡ് എഫക്ട്സ്, മെയിനായിട്ട് സ്റ്റൊമക്ക് റിലേറ്റഡ് സൈഡ് എഫക്റ്റാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ. അപ്പോൾ ഒന്നുകൂടെ ആ ഒരു സൈഡ് എഫക്ട്സ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ തന്നെ അതിനൊരു മിനിമം 6 hours അല്ലെങ്കിൽ 8 hours ഒക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രം കഴിക്കാം. അതേപോലെ സെട്രിസിൻ പോലത്തെ മെഡിസിൻസ് കൂടെ നമ്മൾ ഏതെങ്കിലും സ്ലീപ്പിംഗ് പിൽസ് പോലുള്ള CNSനെ ഡൗൺ ആക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ ഒരുമിച്ച് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഡ്രൗസിനെസ് ഒന്നുകൂടെ സിവിയർ ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ ആ ഒരു സ്ലീപ്പി ഫീല് കൂടുതൽ തോന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കാം. അതേപോലെ ബ്ലഡ് തിന്നേഴ്സൊക്കെ യൂസ് ചെയ്യുന്നവർ, വാർഫറിൻ പോലത്തെ ഡ്രഗൊക്കെ യൂസ് ചെയ്യുന്നവർ, NSAIDs പെയിൻ കില്ലേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഐബുപ്രോഫൻ, ആസ്പിരിൻ ഇതൊക്കെ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. സോ ഇതിലേതെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അടുത്തുള്ള ഫാർമസിസ്റ്റോ ഡോക്ടറുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.